പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 28-ാം വാക്യം മുതൽ. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചെലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. അവൻ പറയും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു ഗോപുരം പണിയാൻ ഇച്ഛിക്കുന്നവൻ്റെ കാര്യമാണ് കർത്താവ് ഈ വചനങ്ങളിലൂടെ, ഈ ഒരു ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ഒരു പുതിയ പദ്ധതി തുടങ്ങാനായിട്ട് പോകുന്നതിന് മുമ്പ് കൃത്യമായ പ്ലാനിങ്, അതിന് എത്ര തുക ചെലവ് വരും, ഏത് ദിവസം ഒക്കെ എത്രയൊക്കെ എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ചെയ്യാതെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ അത് ഇടയ്ക്ക് വെച്ച് നിന്നു പോവുകയും നാട്ടുകാരൊക്കെ ചിലപ്പോൾ പരിഹസിക്കും. അപ്പോൾ പലർക്കും ഭൂരിഭാഗത്തിനും ആളുകളുടെ വീഴ്ചകൾ കാണാനാണ് താല്പര്യം. അപ്പോൾ ഒരു പദ്ധതിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ച് നിന്നു പോയാൽ അതിൻ്റെ മനോവ്യഥ ഒന്ന്, അതിനുമപ്പുറം നാട്ടുകാരുടെയൊക്കെ അല്ലെങ്കിൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ പരിഹാസപാത്രമാകുന്ന അവസ്ഥ വേറെ. അപ്പോൾ കർത്താവ് പറയുന്നത്, ഒരു പദ്ധതിയുമായി ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനിങ് ആവശ്യം ആണ്. നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യാവൂ. ഇപ്പോൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റാണ്, എൻ്റെ പെറ്റായിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ പറയുന്നു പ്രോപ്പർ പ്ലാനിങ് എന്തിൻ്റെയൊക്കെ പ്ലാനിങ് ആണ്? അതിൻ്റെ ടൈം ലൈൻ പ്ലാൻ ചെയ്യണം, അതിൻ്റെ ആ പ്രോജക്റ്റിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ സ്കോപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം, അതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എത്ര വരുമെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം, എപ്പോഴൊക്കെ എത്രയൊക്കെ അതിൻ്റെ ക്യാഷ് ഫ്ലോ അനാലിസിസ് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. ആ പ്രോജക്റ്റിനെ നമ്മൾ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി അതിനെ പിരിച്ച് അതിൻ്റെ കോസ്റ്റിംഗ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. ഇപ്രകാരമൊക്കെ ചെയ്താലേ നമുക്ക് അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ശരിയായ വ്യാപ്തി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എടുത്ത് ചാടി പുതിയ പദ്ധതികളിലോട്ട് നമ്മൾ ചാടരുത്. മറ്റുള്ളവർ പറയുന്നത് കേട്ടും നമ്മൾ ചാടരുത്. ഇതുപോലുള്ള പദ്ധതികൾ മറ്റുള്ളവർ വിജയകരമായി നടത്തുന്നതിനെക്കുറിച്ചും കേട്ടും കണ്ടും അതിനകത്തേക്ക് എടുത്ത് ചാടരുത്. കാരണം പരാജിതമായ പദ്ധതികളുടെ വിവരങ്ങൾ ആരും സംസാരിക്കാറില്ല. നമ്മൾ കേൾക്കുന്നതെല്ലാം വിജയഗാഥകൾ മാത്രം. 10 ഹോട്ടലുകൾ സക്സസ്ഫുൾ ആകുമ്പോൾ 90 പരാജയപ്പെടും. ഈ പരാജയത്തിൻ്റെ കഥകൾ ആരും പറയാറില്ല, വിജയത്തിൻ്റെ കഥകൾ മാത്രമാണ്. ആ വിജയത്തിൻ്റെ കഥകൾക്ക് പുറകിൽ കഠിനാധ്വാനവും വ്യക്തമായ പ്ലാനിങ്ങും ദൈവാനുഗ്രഹവും ഉള്ളത് ആയി നമുക്ക്
കാണുവാൻ സാധിക്കും. അപ്പോൾ മിനിമം നമ്മൾ ചെയ്യേണ്ടത്, പലപ്പോഴും ഇങ്ങനെ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ഐഡിയ ഒക്കെ ആയി ചെറുപ്പക്കാർ എന്നെ സമീപിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അവർ തിരിച്ചു പോകുന്നത് നിരാശരായിട്ടായിരിക്കും. കാരണം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിമ്പിൾ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുക. അതായത്, ഈ പ്രോജക്റ്റ് എപ്പോൾ തീരും? ഈ പ്രോജക്റ്റ് തീർക്കാൻ എത്ര പണം ആവശ്യമാണ്? ഈ പ്രോജക്റ്റ് തീർക്കാനായിട്ട് മാസം നമ്മുടെ പ്ലാൻ എന്താണ്? ഈ പ്രോജക്റ്റിൽ നിന്ന് എത്ര വരുമാനം നമുക്ക് ലഭിക്കും? ഈ പ്രോജക്റ്റിൽ നിന്ന് ഈ പ്രോജക്റ്റ് കൊണ്ടു നടക്കാൻ എത്ര ചെലവ് നമുക്കുണ്ടാകും? ഇതിൻ്റെ മേജർ റിസ്ക് എന്തൊക്കെയാണ്? അതായത് ഇത് വളരെ സിമ്പിളാണ്. ഒരു പേപ്പർ എടുക്കുക, നമ്മളൊരു പ്രോജക്റ്റ് ജനുവരി 1 ആരംഭിക്കുന്നു. അപ്പോൾ ജനുവരിയിൽ ഈ പ്രോജക്റ്റിന് എത്രമാത്രം ചെലവ് വരും? ചെലവെന്ന് പറയുമ്പോൾ നമ്മുടെ സമയവും മെറ്റീരിയലും എക്യുപ്മെൻറ്റും എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തണം. നമ്മുടെ സമയത്തിനും ബുദ്ധിമുട്ടിനും ഒരു വിലയുണ്ട്. അപ്പോൾ ജനുവരിയിൽ എന്തുമാത്രം ആണ് അതിൻ്റെ ചെലവ്? ജനുവരിയിൽ എത്ര അതിൽ നിന്ന് ലഭിക്കും? അതുപോലെ ഫെബ്രുവരിയിൽ എത്രയാണ് ചെലവ്? അതിൽ നിന്ന് എത്ര ലഭിക്കും? മാർച്ചിൽ എത്ര ചെലവ് വരും? അതിൽ നിന്ന് എത്ര ലഭിക്കും? ഇങ്ങനെ എത്ര മാസം കൊണ്ട് ഈ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് മുടക്കിയ പൈസ ലാഭമായി ലഭിക്കും? ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ മാർക്കറ്റ് സ്റ്റഡിയും നമ്മൾ നടത്തണം. ഇത് സക്സസ്ഫുള്ളായി ചെയ്ത ഇതുപോലുള്ള പ്രോജക്റ്റുകൾ സക്സസ്ഫുള്ളായി ചെയ്തവരുടെ കഥകളിൽ നിന്നും അവരുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാം. പരാജിതരുടെ പാഠങ്ങളും നമുക്ക് പഠിക്കാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ റിസ്ക് എല്ലാം മാനേജ് ചെയ്ത് കഴിഞ്ഞ് മാസം എത്ര ചെലവ്, എത്ര വരുമാനം എന്ന് കണക്ക് കൂട്ടി, ആ വരുമാനം എങ്ങനെ വരും, ആ വരുമാനത്തിന് എന്തൊക്കെ റിസ്കുകളുണ്ട്, ഇത്രയും വിശകലനം ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകിൽ നമുക്ക് ആ പ്രോജക്റ്റിൽ കൂടുതൽ കോൺഫിഡൻസ് നമുക്കുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ ആ പദ്ധതി നമ്മൾ ഉപേക്ഷിക്കും. കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് ഒരു പ്രോജക്റ്റ് പരാജയമാവുകയാണെങ്കിൽ, കാശിറക്കുന്നതിന് മുമ്പേ അത് പരാജയപ്പെടാനുള്ള പ്രോജക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ, അത് കർത്താവിൻ്റെ നിയോഗമാണെന്ന് മനസ്സിലാക്കി കർത്താവിന് സ്തുതി പറഞ്ഞ് ആ പ്രോജക്റ്റിൽ നിന്ന് പിൻവലിയുവാനുള്ള ഉൾവിളി ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. അത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമൊന്നുമല്ല. ആ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ അതിൻ്റെ അപകടങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് നന്ദി കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ഗ്രേസ്ഫുള്ളായി ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അതേസമയം ആ പ്രോജക്റ്റിൻ്റെ എല്ലാ റിസ്ക്കും നമ്മൾ മാനേജ് ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് വളരെ കൂടുതലാണെങ്കിൽ, മാസം വരവ് ചെലവ് കണക്കുകൾ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അതുപോലെ വളരെ വ്യക്തതയോടെ ഇത്ര കൊല്ലം കൊണ്ട് ഈ പ്രോജക്റ്റിൽ മുടക്കിയ പണം നമുക്ക് തിരിച്ചു പിടിക്കാം, ബാക്കിയുള്ളതെല്ലാം പ്രോഫിറ്റാണെന്നുള്ള അത്രയും ക്ലാരിറ്റിയും ഈ ചിന്തകളെ തകിടം മറിക്കാൻ പോകുന്ന റിസ്കുകൾ എന്തൊക്കെയാണെന്നുള്ള വ്യക്തതയും അവയെ നമ്മൾ എപ്രകാരം മാനേജ് ചെയ്യും എന്നുള്ള ചിന്തകളും ധാരണകളും നമുക്കുണ്ടെങ്കിൽ, കൂടുതൽ കമ്മിറ്റ്മെൻറ്റോടെ നമുക്ക് ആ പ്രോജക്റ്റിലേക്ക് ഇറങ്ങുവാനും അത് വിജയം വരെ അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനുമുള്ള
കൃപ സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കുമെന്ന വിശ്വാസത്തോടുകൂടി കർത്താവിലെ പദ്ധതി സമർപ്പിച്ച് നമ്മുടെ എല്ലാ റിസോഴ്സസും അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ. നമ്മുടെ ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊണ്ട് പുതിയ പുതിയ പദ്ധതികളിൽ ഇറങ്ങരുത്. അത് നമ്മുടെ സമയമെടുത്ത് കർത്താവിനോട് കൺസൾട്ട് ചെയ്ത് ആ പ്രോജക്റ്റ് ഇരുന്ന് പഠിച്ച് അതിൻ്റെ സാധ്യതകളെ വ്യക്തമായി വിശകലനം ചെയ്ത് മാസം മാസം എത്ര വരുമാനമുണ്ടാകും, എത്ര ചെലവുണ്ടാകും, റിസ്ക് എന്തൊക്കെയാണെന്നുള്ള വ്യക്തമായ ധാരണകൾ കർത്താവെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഇത് അങ്ങയുടെ പദ്ധതി അനുസരിച്ചുള്ള ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, അടയാളങ്ങൾ നൽകണമേ. അതിൽ നിന്ന് വിരമിക്കുവാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക്, ആരെന്ത് പറഞ്ഞാലും ഒരു കൂസലുമില്ലാതെ കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആ പദ്ധതികളിൽ നിന്ന് എത്രയും പെട്ടെന്ന് വിരമിക്കുവാനുള്ള ധൈര്യവും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. അതുപോലെ തന്നെ ആ പദ്ധതികൾ പ്രായോഗികമാണെങ്കിൽ അത് ആരംഭശൂരത്തിൽ മാത്രം നിൽക്കാതെ വളരെ മെറ്റിക്കുലസായിട്ട് അനുദിനം അതിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് വിജയം വരെ എത്തിക്കുവാനുള്ള ശക്തിയും ദീർഘവീക്ഷണവും അതിനുള്ള സ്കില്ലും എല്ലാം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പുതിയ പദ്ധതികൾ തുടങ്ങുന്നതിന് മുമ്പേ ആ പദ്ധതികൾ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. അതിലെ ഉള്ളുകള്ളികൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം മാത്രം നമുക്ക് അത് മുന്നോട്ടെടുക്കണമോ അതോ അതിൽ നിന്ന് ഇറങ്ങാതെ തന്നെ അതിൽ നിന്ന് വിരമിക്കണമോ എന്ന് നമുക്ക് തീരുമാനമെടുക്കാം. അപ്പോൾ കർത്താവിന് നമ്മളെക്കുറിച്ച് വ്യക്തമായ പദ്ധതികളുണ്ട്. അത് നാശത്തിലേക്കുള്ളതല്ല, നമ്മുടെ ഐശ്വര്യത്തിലേക്കുള്ളതാണ്. അപ്പോൾ ഈ പുതുവത്സര ടൈമിലൊക്കെയാണ് ആളുകൾ പുതിയ പുതിയ പദ്ധതികൾ ഒക്കെ തുടങ്ങാനായിട്ട് അവർക്ക് തോന്നുന്നത്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് മാത്രം ശ്രദ്ധിക്കാതെ, നമ്മുടെ ചിന്തകളെ മാത്രം മാനിക്കാതെ ഈ പദ്ധതികൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നിഷ്പക്ഷമായി നിന്ന് അവയെ അവലോകനം ചെയ്യാനും, അവലോകനം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരികയും, അങ്ങനെ വരുമ്പോൾ വ്യർത്ഥാഭിമാനത്താൽ ആ പ്രോജക്റ്റ് എന്തു വന്നാലും ഞാൻ വിജയിപ്പിക്കും, എൻ്റെ ബുദ്ധിയിൽ മാത്രം ഞാൻ ആശ്രയിക്കാതെ കർത്താവിൻ്റെ മുമ്പിൽ ആ പ്രോജക്റ്റ് സമർപ്പിച്ച് കർത്താവിൻ്റെ ഒരു ഉപദേശം സ്വീകരിച്ച് അത് പരാജയത്തിൻ്റെ വക്കിലൂടെ പോകുന്ന പ്രോജക്റ്റ് ആണെങ്കിൽ അതിൽ ഇറങ്ങാതെ തന്നെ അത് ഉപേക്ഷിക്കുവാനും, അതേസമയം കർത്താവ് നമ്മളോട് പറയുകയാണ്, ഇതിൻ്റെ എല്ലാ അനാലിസിസും കഴിഞ്ഞു കഴിയുമ്പോൾ കർത്താവ് നമ്മളോട് തോന്നിപ്പിക്കുകയാണ്, മകനെ മകളെ ധൈര്യമായി മുന്നോട്ട് പോവുക, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന പദ്ധതികൾ മാത്രം നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുമുള്ള കൃപ ഈ പുതുവർഷത്തിൽ നമുക്ക് കർത്താവിനോട് യാചിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് അനുവദിച്ചു തരുന്ന പദ്ധതികൾ മാത്രം നമുക്ക് മതി. കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള പ്രോജക്റ്റുകൾ മാത്രം നമുക്ക് മതി. ബാക്കി എല്ലാത്തിനോടും നോ പറയുവാനുള്ള
വിവേകവും ശക്തിയും സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. യേശുവേ നന്ദി, യേശു കർത്താവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. താങ്ക് യു ജീസസ്. അഡോർ യു ജീസസ്. വർഷിപ്പ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. God bless.